ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആര്യങ്കാവിലെ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഏപ്രിൽ 4 ആര്യങ്കാവിലെ പൂരമാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വടനകുറിശ്ശിക്ക് വന്നു. അപ്പം ഞങ്ങൾ നല്ല തകൃതിയായിട്ട് പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. വൈകുന്നേരമാണ് പൂരത്തിന് പോകുന്നത്, ഒരു 5:30 ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ഒരുങ്ങി. ഇനി ഞങ്ങൾക്ക് പൂരപ്പറമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നു. ഇവിടെ ഫുള്ള് നമ്മുടെ ചെങ്കൊടിയും മൂസിൻ്റെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ നിറഞ്ഞു നിൽക്കണത്. പോകുന്ന വഴിക്ക് ഇതാ നമ്മുടെ ഷീജ ചേച്ചി ആടിനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം അവിടെ ഒക്കെ നോക്കി നിന്നു. വടനകുറിശ്ശിയാണെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഗേറ്റ് അടവ്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. എത്ര വലുതായാലും ശരി, ട്രെയിനൊക്കെ കാണുമ്പോൾ ഇപ്പോഴൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ കൂനത്തറ ആര്യങ്കാവിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ പൂരം തുടങ്ങിയിട്ടുണ്ട്, വേലകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കണ്ടത് കതിരവനായിരുന്നു കേട്ടോ. കതിരവൻ്റെ നെറ്റിയിലെ പൊട്ട് എന്ന് പറയുന്നത് വളരെ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മുടെ യന്ത്രൂഞ്ഞാൽ, മരണക്കിണർ, അങ്ങനെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളത് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. കഴിഞ്ഞ തവണയാണെങ്കിൽ മഴ പെയ്തു, ഇത്തവണ എന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ മലബാറിലെ ഏറ്റവും വലിയ പൂരം നടന്നിരുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിലായിരുന്നു അത്ര കേട്ടോ. ഏപ്രിൽ 4 കേട്ടോ ഈ വർഷം ഇവിടുത്തെ പൂരം നടക്കുന്നത്. വള്ളുവനാട്ടിലെ 96 ദേശങ്ങളുടെ ദേവതയായിട്ടാണ് കേട്ടോ ആര്യങ്കാവ് ഭഗവതീനെ കാണുന്നത്. ആനയില്ലാത്ത പൂരമാണ് കേട്ടോ ഇവിടെ. 96 ദേശങ്ങളിൽ നിന്നും കുതിരകൾ മാത്രമാണ് വരുന്നത്. അതിന് പിന്നിൽ എന്തൊക്കെയോ കഥയൊക്കെ ഉണ്ട് കേട്ടോ. ഭാരതപ്പുഴയിൽ നീരാട്ട് നടത്തിയിരുന്ന ഏതോ മനക്കിലെ 3 കൊമ്പനാനകൾ ദേവിയുടെ രൂപം കണ്ടിട്ട് പരിഭ്രാന്തരായി ദേവിയെ ആക്രമിക്കാൻ ഒരുങ്ങി. ദേവി ആ 3 ആനകളെയും നിർവീര്യമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ പൂര സമയത്ത് ആന ഇടഞ്ഞപ്പോൾ ആനയെ കണ്ട് ഭയന്ന് ദേവി തിരിഞ്ഞിരുന്നു എന്നൊരു ചരിത്രമുണ്ട് കേട്ടോ. 21 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. 21 ദിവസം തോൽപ്പാവക്കൂത്തുണ്ടായിരിക്കും. ആര്യങ്കാവ് ഭഗവതിയുടെ തോഴിയാണ് മുണ്ടായിക്കുടിച്ചി. മുണ്ടായിക്കുടിച്ചി ഒരു പെൺകുതിരയാണ് കേട്ടോ. 12 ആൺകുതിരകളും ഒരേ ഒരു പെൺകുതിരയും മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മുണ്ടായിക്കുടിച്ചി വന്നിട്ടില്ലെങ്കിൽ പൂരം നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കവളപ്പാറ എന്നാണ് കേട്ടോ ആദ്യം ഈ ഒരു പ്രദേശത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാവിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണെങ്കിൽ അവിടുത്തെ തിരക്കിൽ പെട്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥത കേട്ടോ. നല്ല തിരക്കും കൊട്ടും ബഹളവും പൊടിയൊക്കെ ആയപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ആളില്ലാത്ത സ്ഥലത്തേക്ക് പോരാമെന്ന് വിചാരിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ആദ്യം തന്നെ എവിടെ പൂരത്തിന് പോയാലും പാനിപ്പൂരിയാണ് കേട്ടോ കഴിക്കാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഐസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോന്നങ്ങനെ കഴിക്കുക കേട്ടോ. പിന്നെ വാങ്ങി കഴിച്ചപ്പോൾ രസം കണ്ടിട്ട് പിന്നെ ഓരോന്നായിട്ട് പിന്നെയും വാങ്ങി കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഞാൻ കഴിക്കാനായിട്ടാണ് പൂരത്തിന് വന്നതെന്നുള്ളത്. അങ്ങനെ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒരു 8 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു.
ഒരു ഉത്തമ പാനീയം കൂടിയാണ്. വെള്ളവും പഞ്ചസാരയും ചേർക്കാതെ അതിശുചിത്വത്തോടു കൂടി തയ്യാറാക്കുന്ന ഈ പാനീയത്തിൽ നാരങ്ങയും ഇഞ്ചിയും പാകത്തിൽ ചേർത്തുണ്ടാക്കിയ രുചികരമായ കരിമ്പിൻ പാനീയം കുടിക്കുവാൻ നിങ്ങളേവരെയും സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. വരിക, ആസ്വദിച്ചു കുടിക്കുക രുചികരമായ കരിമ്പിൻ ജ്യൂസ്. അതിനൂതന സാങ്കേതിക യന്ത്രം ഉപയോഗിച്ച് യാതൊരുവിധ ഗ്രീസിൽ പൂരപ്പറമ്പിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വേഷങ്ങളായിരുന്നു കേട്ടോ. നല്ല വൃത്തിയും ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തവണത്തെ പൂരം കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം ഇനി തീർച്ചയായും വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് ഇനി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.